ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഫസ്റ്റ് തന്നെ പറയുകയാണ്, എനിക്ക് വയ്യ, അതാണ് സൗണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇൻഹേലറൊക്കെ പിടിച്ചാൽ നടക്കുന്നതെങ്കിൽ ശ്വാസം മുട്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ. നമ്മൾ പണ്ട് തൊട്ടേ അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, 2 മിനിറ്റുള്ള അവരുടെ വീട്ടിലേക്ക്. അപ്പോൾ ഫസ്റ്റ് അപ്പോൾ എന്നെ കൊണ്ടാക്കിയിട്ട് പിന്നെ അമ്മേനെ കൊണ്ടുവരാമെന്നായിരുന്നു കേട്ടോ പ്ലാൻ. ഞാൻ പോയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ, ബീവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാച്ചിന് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇരിക്കുമ്പോഴേക്കും അമ്മ വന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ കുറച്ച് നേരം ക്രോണിക് ബാച്ചിലർ മൂവിയൊക്കെ കണ്ടിരുന്നു കേട്ടോ, താത്തയൊക്കെ വരുന്നവരെ. അപ്പോഴേക്കും ബീവി ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചിരുന്നു. അത് ഇക്കയാണ് കേട്ടോ, ഇക്ക കണ്ടെന്ന് വെട്ടും, ഇക്ക അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും ഞങ്ങളങ്ങനെ ഫോട്ടോ ഒക്കെ കണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മയും താത്തയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പാട്ട് വെച്ച് ഫുൾ ഓൺ ആയിട്ടോ, ഡാൻസ് കളിക്കുന്നു, ഓടിക്കളിക്കുന്നു, ഭയങ്കര കളിയൊക്കെ ഗെയിമൊക്കെ കളിച്ച് നമ്മളങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ പിള്ളേർ ചുറ്റും. ഇവരൊക്കെ ഇപ്പോൾ കിടന്ന് ചാട്ടമുള്ളൂ കേട്ടോ. ഇവർ കുറച്ച് ഞാൻ സൈഡാവാനുള്ളത്, ഇവരൊക്കെ കിടന്ന് ഉറങ്ങും കേട്ടോ. അതിനാണ് എന്നീ കിടന്ന് ചാടുന്നത്. പിന്നെ ഞങ്ങൾ ഇതേ ചെയറൊക്കെ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വലിയ ചെയറിൽ ഇരുന്നിട്ട് ഇങ്ങനെ എണ്ണി കളിക്കായിരുന്നു കേട്ടോ. അതിൽ ഇവർ തമ്മിൽ എന്തോ പിണക്കം വന്നപ്പോൾ രണ്ടാളും കൂടെ പിണങ്ങി ഉമ്മയുടെ അടുത്ത് പോയിരിക്കുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവർ ഡ്രസ്സൊക്കെ മാറി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഉമ്മ മുടിയൊക്കെ കെട്ടി കൊടുത്ത് ഇങ്ങനെ സൈഡാക്കാതെ, ഇവൾ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ മുടി കെട്ടി കൊടുത്തിട്ട് ഇങ്ങനെ വലിച്ച് പിടിച്ച് ഒപ്പിക്കുക എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുമ്പോഴേക്കും അപ്പു എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൂനെ കിട്ടിയ പിന്നെ അപ്പൂനെ മാത്രം മതി. അത് കഴിഞ്ഞിട്ട് ഇക്ക വന്നു. ഞങ്ങളാണ് പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇങ്ങനെ ഡാൻസ് ഉള്ളിലും പിടിക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ ഇക്ക വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളവിടെ സെറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. അത് അപ്പോഴേക്കും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. അച്ഛനൊരു 8:30-9 മണിക്ക് ആകുമ്പോഴാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ വരുമ്പോൾ ഷവർമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് പിള്ളേർക്ക് കഴിക്കണം. അപ്പോൾ അതിങ്ങനെ നമ്മളേരം കൂടെ ഷെയർ ചെയ്ത് കഴിക്കുമായിരുന്നു കേട്ടോ. ഉണ്ണിയാണെന്നുണ്ടെങ്കിൽ അവളെക്കാൾ വലിയ പീസ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. അതിനെ കഴിക്കാനും പറ്റുന്നില്ല. എന്നിട്ട് ഇങ്ങനെ ഓക്കെ എന്നൊക്കെ പറയുന്നതുകൊണ്ട് അത് കയ്യിൽ സാധനം ഇങ്ങനെ ഓക്കെ എന്ന് പറയാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളിവിടെ കഴിക്കുന്നു, കഴിക്കുന്നു അങ്ങനെയായിരുന്നു കേട്ടോ. ബാക്കിയുള്ളവർ പണിയെടുക്കുന്നു, ഞങ്ങൾ കളിക്കുന്നു, അങ്ങനത്തെ ഒരു വൈബായിരുന്നു കേട്ടോ അവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കനൽ സെറ്റ് ചെയ്യാൻ തുടങ്ങി. ആക്ച്വലി നമ്മൾ ഗ്രിൽ ചിക്കൻ ചെയ്യാനായിരുന്നു കേട്ടോ പ്ലാൻ. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ വിശത്തും തുടങ്ങി, കളിക്കാനൊരു മൂഡ് കിട്ടുന്നില്ല. അങ്ങനെ വിശപ്പിൻ്റെ ഒരു ഇതിലിരിക്കുകയായിരുന്നു. അങ്ങനെ ഇവർ കനലൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് അമ്മയും താത്തയും കൂടി കേട്ടോ നിന്ന് വീശി കൊടുക്കുന്നുണ്ടായിരുന്നു. അത് അടുത്ത ക്ലിപ്പിൽ കാണാൻ പറ്റും. ഇത് കുറേ സമയം എടുത്തിട്ടോ കത്തി പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെയൊക്കെ ഒരു ബ്ലൂപ്പർ കൈൻഡ് ഓഫ് വീഡിയോ ഞാൻ എന്തായാലും അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇവളാണെങ്കിൽ ഇവളേക്കാ വലിയൊരു വീശിലെടുത്ത് അവരിവിടെ വീശുമ്പോൾ അവൾ അവിടെ ഇരുന്ന് പുക വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു എന്തായാലും. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 9:30-10 മണി ആയപ്പം അപ്പോൾ കേക്ക് മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മാംഗോ ബേക്കേഴ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ കൂടെ പോകാമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ രാത്രിയല്ലേ വേണ്ടാന്ന് വെച്ചിട്ട് അവൻ മാത്രം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ പോയപ്പോഴേക്കും നമ്മൾ ചിക്കൻ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ നോർമൽ ചിക്കനും അതുപോലെ തന്നെ ഗ്രീൻ ചിക്കനാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് അച്ഛൻ്റെ റെസിപ്പി, താത്ത മസാലയൊക്കെ സെറ്റ് ചെയ്ത് അച്ഛനും കേട്ടോ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്ക അവിടെ പിന്നെ ലൈറ്റിങ്ങിൻ്റെ കാര്യങ്ങളുടെ പരിപാടിയായിരുന്നു കേട്ടോ. നല്ല രീതിക്കൊന്നുമില്ല, നമ്മുടെ ഒരു സന്തോഷത്തിന് ചെറിയ രീതിക്ക് അങ്ങോട്ട് ആഘോഷിക്കാമെന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ലൈറ്റ് പിടിച്ച് നിൽക്കാൻ കുറച്ച് നേരമായി. നമുക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു, കത്തില്ലേ, ഭയങ്കര രസമായിരുന്നു കേട്ടോ അവിടുത്തെ സംസാരങ്ങളൊക്കെ ഓർക്കുമ്പോൾ. അപ്പോഴേക്കും ഇയാൾ സൈഡാവാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഉറക്കം വന്നിട്ട് ഉള്ളിൽ പോയിരുന്ന് കളിച്ചു തുടങ്ങിയിട്ടാണ്. അങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റായി. നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്ന് വെന്ത് വന്നപ്പോഴേക്കും നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഗ്രീൻ ചിക്കനും അതുപോലെ തന്നെ നോർമൽ ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പു എത്തിയിട്ട് അപ്പോഴേക്കും കേക്കൊക്കെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മൾ കുറച്ചൊക്കെ സൈഡായിട്ടാണ് കണ്ടില്ലേ. ഒരാൾ പാട്ട് വെച്ചുകൊണ്ട് നമ്മൾ സാധാരണ പാട്ട് വെച്ച് ഡാൻസ് കളിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സൈഡായി. പിന്നെ എല്ലാവരും ഡാൻസ് ചെയ്ത് തുടങ്ങിയിട്ട് അച്ഛനെ ഇപ്പോൾ കളിച്ചിട്ടുള്ളൂ. ഇക്കൊക്കെ നമ്മൾ കളിക്കുന്ന വിചാരിച്ചു. പിന്നെ അവർ കളിച്ചില്ല. പിന്നെ നമുക്ക് അങ്ങനെ വെറുതെ ഇരുന്ന് ക്ഷീണമായപ്പം നമ്മളന്ന് 7 up എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഞങ്ങൾ 4 പിള്ളേർ, ഞാനും ബീവിയും ഫറയും ഫൈസും ആണ് പണി എടുക്കാതിരുന്നത് കേട്ടോ. ഞങ്ങൾ 4 പേരും എന്തെങ്കിലും കഴിക്കുക, കുടിക്കുക, അവിടെ ഇരിക്കുക, ഡാൻസ് കളിക്കുക, പിന്നെയും കഴിക്കുക, കുടിക്കുക, വീഡിയോ എടുക്കുക, ഇതൊക്കെ തന്നെ ഇരുന്നിട്ട് പണി ഉണ്ടായിരുന്നത്. അപ്പോഴേക്കും ചിക്കൻ കറക്റ്റ് ആയപ്പം ടേബിൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ടേബിളിലേക്ക് വെച്ചു കേട്ടോ എല്ലാ ചിക്കനും. അപ്പോൾ അതുപോലെ തന്നെ അകത്ത് നമ്മൾ ഹോം മെയ്ഡ് മയോണൈസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഫോയിൽ പേപ്പർ വെച്ച് ഇത് ഫുൾ കവർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ മയോണൈസ് സെറ്റ് ചെയ്യാൻ പോയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഇവർ ടേസ്റ്റ്, ഇതിന് മുന്നേ നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞതാട്ടോ. ഇവർ ഇപ്പോഴാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. ഇയാൾ ചെറുത് വെറുതെ ആട്ടോ, ഇവൾ ഇപ്പോൾ കിടന്നുറങ്ങാനുള്ളത്, അത് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും. അപ്പോഴേക്കും നമ്മൾ ആ സെയിം കണ്ടിൽ തന്നെ കുബൂസൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നല്ല കോമഡി ആയിരുന്നു കേട്ടോ ഈ സീന്. ഫസ്റ്റ് നമ്മളിങ്ങനെ വിരിക്കാൻ നോക്കും. ഇവിടെ ഭയങ്കര കാറ്റായിരുന്നേ. ഫസ്റ്റ് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ വെക്കും തോറും കാറ്റടിച്ചിട്ട് പിന്നെ ഭയങ്കര ചൂട്. നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാനും പറ്റുന്നുണ്ട്. കൈയൊക്കെ പൊള്ളിയിട്ട് പിന്നെ ഞാൻ നൈസിൽ അവിടെ നിന്ന് ഒഴിഞ്ഞിട്ട് പിന്നെ മയോണൈസിൻ്റെ സ്ഥലത്തേക്ക് ഓടിട്ടോ. അവിടെ വലിയ പണിയില്ലല്ലോ. അവിടെ നിന്നാൽ പിന്നെ വീഡിയോ എടുത്തിട്ട് ഇവിടെ പിന്നെ പണിയെടുക്കണം. അതുകൊണ്ട് ഇവർ ചെയ്യുന്ന സമയത്ത് ഇത് സെറ്റായപ്പോൾ അട്ട പോയത് പറക്കാതിരുന്നപ്പോഴാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നേ ബീവി ചാടിയിട്ടുണ്ടായിരുന്നു അപ്പുറത്തേക്ക്. പിന്നെ ഉണ്ണി ഞാൻ പറഞ്ഞില്ലേ അവൾ കിടന്നുറങ്ങി കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കിടന്നുറങ്ങി. ഞാൻ എണിപ്പിക്കാമെന്ന് വിചാരിച്ചു പോയപ്പം ഞങ്ങൾ വന്ന് ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ അവൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല മര്യാദ. അതുകൊണ്ട് അവളെ കിടത്തിയിട്ട് പിന്നെ എണിപ്പിച്ചില്ല കേട്ടോ. പിന്നെ അവൾ ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. അത് കോമഡി ആയിരുന്നു. രാവിലെ എണീറ്റിട്ട് അവൾ ചോദിക്കുക എന്താ ഫുഡ് കഴിക്കാൻ വിളിക്കാതിരുന്നു ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷയമായിരുന്നു കേട്ടോ. ഇവർ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അതാട്ടോ നമ്മൾ വിളിക്കാൻ. അപ്പോഴേക്കും നമ്മൾ മയോണൈസൊക്കെ സെറ്റായി. പിന്നെ എല്ലാവരും കഴിക്കായിരുന്നു കേട്ടോ.
നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല വിശപ്പും നല്ല ടേസ്റ്റും നല്ല ചൂടുള്ള ഫുഡ് കിട്ടും, നല്ല രസമല്ലേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ, അത് വേറെ വിഷയം. ഫുഡ് കഴിക്കണേക്കാട്ട് കൂടുതൽ സംസാരം കേട്ടോ നടന്നിട്ടുണ്ട്. അതെനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഗ്രീൻ ചിക്കൻ ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് ആവുന്ന പ്രതീക്ഷ, അതിലൊരു പ്രതീക്ഷ വെച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ റെഡ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത്ര ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടില്ല, അച്ഛൻ്റെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അഭിനയം. വീഡിയോ ഓൺ ആക്കണം എന്ന് പറഞ്ഞപ്പോൾ കഴിച്ച ലെഗ് പീസ് പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് അച്ഛൻ അറിഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്നത്, അങ്ങനെ പറഞ്ഞിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രീൻ ചിക്കൻ ട്രൈ ചെയ്തു കേട്ടോ, അതും നൈസായിരുന്നു കേട്ടോ. സോറി കേട്ടോ, ഗ്രീൻ ചിക്കൻ അല്ല കേട്ടോ, റെഡാണ് ഫസ്റ്റ് കഴിച്ചത്. എനിക്ക് ഫസ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു. ഇത് കഴിച്ചപ്പോഴേക്കും വയറ് നിറഞ്ഞു. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഗ്രീൻ ചിക്കൻ കഴിച്ചത്. ഇതിന് ചെറിയൊരു ലെഗ് പീസ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് എനിക്ക് ഫ്ലേവറിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മറ്റേതായിരുന്നു കേട്ടോ. മുഖത്തൊക്കെ ആയി, കുഴപ്പമില്ല, ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് റെഡ് ചിക്കൻ ആയിരുന്നു കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ ഇവരൊക്കെ നോക്കിയിരിക്കട്ടെ, അതാണ് ഞാൻ ചുമ്മാ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത്. കണ്ടോ, ബാക്കി വന്നു കേട്ടോ. കുറച്ച് ചിക്കൻ പീസുകളും അതുപോലെ തന്നെ നമ്മളെ കുബൂസ് കാര്യങ്ങളൊക്കെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കഴിച്ച പ്ലേറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് ഇക്ക കഴിച്ചതാണ്. ഫസ്റ്റ് കാണിച്ച ഉണ്ണി കഴിച്ചതായിരുന്നു. പിന്നെ ഇത് അപ്പു കഴിച്ചിട്ട് അപ്പോൾ പറഞ്ഞത് എൻ്റെ അല്ല, ഫുൾ എൻ്റെ അല്ല, പകുതി അച്ഛൻ്റെ അങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അച്ഛൻ കഴിച്ച പ്ലേറ്റ് ആയിരുന്നു. പിന്നെ അമ്മ ഇത് കള്ളത്തിയാണ്, അടുത്ത ഷോട്ടിൽ മനസ്സിലാവും കേട്ടോ. അമ്മ കഴിച്ചപ്പോൾ കുറച്ച് കഴിച്ചോളൂ വിചാരിച്ചു. പിന്നെ താത്ത പിന്നെ കഴിച്ച് സംസാരിക്കാനിടയിൽ കഴിച്ച് തീർന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര സംസാരമായിരുന്നു രണ്ടാളും കൂടെ. പിന്നെ അച്ഛൻ അറിയാത്ത പോലെ ഗർഭിണി പോലെ വയറൊക്കെ പിടിച്ചിട്ടുണ്ട്. അത് കണ്ട, അമ്മ ഒളിപ്പിച്ച് വെച്ച പീസും ചിക്കനൊക്കെ പുറത്തേക്ക് വന്ന് കണ്ടില്ലേ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പെട്ടെന്ന് ഒളിപ്പിച്ച് വെച്ചായിരുന്നു. പിന്നെ ഉണ്ണി കഴിച്ച പീസ് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇവളെ എവിടെയെങ്കിലൊക്കെ ഒന്ന് കിടന്നാൽ മതി, അപ്പം ഉറങ്ങിക്കോളും. അല്ലെങ്കിൽ കളിച്ച് ക്ഷീണിച്ച് ഉറക്കം വന്നിരിക്കുകയായിരുന്നു. അങ്ങനെ അവൾ ചിക്കൻ പീസും പിടിച്ച് ഉറങ്ങിയിട്ടാണ് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് മൊത്തം അമ്മ കഴിച്ചല്ല കേട്ടോ, അച്ഛൻ്റെ പീസൊക്കെ ഉണ്ട്, ചുമ്മാ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ എടുത്താണ്. അത് കഴിഞ്ഞിട്ട് ഇവർ കനലൊക്കെ എടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ പൈപ്പ് വെച്ച് വെള്ളം ഇങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഏൽക്കാത്തതുകൊണ്ട് നമ്മൾ ബക്കറ്റിൽ വെള്ളം വെച്ചിട്ട് ചെയ്തു കേട്ടോ. എന്നിട്ട് ഫുഡൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പം പിന്നെ നമ്മൾ പാട്ട് വെച്ച്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രമേ പാട്ട് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പാട്ട് വെച്ച് അങ്ങനെ ചില്ലേന്ന് തുടങ്ങി കേട്ടോ. ഇവരൊന്നും അങ്ങനെ കളിച്ചിട്ടൊന്നുമില്ല, തല മാത്രം അനങ്ങുന്നുള്ള എല്ലാവരുടെയും വയറ് നിറഞ്ഞിരിക്കുന്നുണ്ട്. ഞാനും ബീവിയും ഒക്കെയാണ് നല്ലതായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു, എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേരും ഉണ്ടായിരുന്നു കേട്ടോ, രണ്ടെണ്ണം. അപ്പോൾ രണ്ടെണ്ണം കിടന്ന് ഉറങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും അവരെല്ലാവരും സൈഡായിട്ട്, ഇവരകത്തായിരുന്നു ക്ലീനിങ് ഒക്കെ ആയിട്ട്. പിന്നെ അവർ പുറത്തേക്ക് വന്നു, അമ്മയും താത്തയൊക്കെ. ഞാനും ബിബിയും മാത്രം ഇവിടെ ഓണായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പാട്ടൊക്കെ വെച്ചാൽ പിന്നെ അപ്പവും ഉണ്ടായിരുന്നു. അവനെ കളിക്കാനൊന്നും അങ്ങനെ വന്നില്ല, പക്ഷെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇവരാണെങ്കിൽ പിന്നെ ആര് ഫസ്റ്റ് പ്രസവിക്കുന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. വയറുണ്ടല്ലോ രണ്ടാളും, ഒന്നിനൊന്ന് മെച്ചമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പടക്കത്തിൻ്റെ വിഷയമാണ്. പടക്കം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പൊട്ടണ ഐറ്റംസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ചെറിയ ഒരു 2 ഐറ്റംസ് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. ജസ്റ്റ് ഒരു ന്യൂ ഇയർ ഒന്ന് കളറാക്കാൻ വേണ്ടി ചെയ്തതാണ്. കാരണം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പൊട്ടണ ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല. ഒന്നാമത് അവർ ഉറങ്ങും കൂടെയാണല്ലോ. ഇതുകൊണ്ട് കിറ്റ്കാറ്റിൻ്റെ സാധനം കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും പറയുന്നത് കിറ്റ്കാറ്റാണ്, അതിൽ കിറ്റ്കാറ്റാണ്, അത് നമ്മൾ പറ്റിച്ചതാണ്. നമ്മൾ പറ്റിച്ചാ നമ്മളെ ആ ഒരു സ്കീമിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് സംഭവത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ 12 മണി ആവാറായപ്പോഴേക്കും കേക്ക് മുറിക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കേക്ക്, ഞാനും ബീവിയും കൂടിയിട്ടാണ് കേക്ക് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അകത്ത് കയറി കേക്കൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്ത് കൊണ്ടുവന്ന് സെറ്റ്. ഇവർ ശരിക്കും പറഞ്ഞാൽ പിള്ളേരില്ലേ, കേക്ക് മുറിച്ച് ഫുഡൊക്കെ കഴിച്ച് കിടക്കാൻ, ഡാൻസ് കളിച്ച് കിടക്കാന്നുള്ള മൈൻഡായിരുന്നു. പക്ഷെ അവർ ചെറുതുങ്ങളല്ലേ, 2 ഡാൻസ് കളിച്ചപ്പോഴേക്കും അവർ ക്ഷീണം കൊണ്ട് ഉറക്കം വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കേക്ക് കിട്ടിയ സന്തോഷത്തിൽ ഞാനും ബീവി എല്ലാവരും കൂടെ എടുത്തു. ഫസ്റ്റ് ഇവന് മുറിക്കണേനെ കൺഫ്യൂഷൻ, ഞാൻ മുറിക്കണോ നീ മുറിക്കണോ അങ്ങനത്തെ ഇതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സമയം വെയിറ്റ് ചെയ്തിരിക്കുക, കറക്റ്റ് 12 മണിക്ക് മുറിക്കാൻ വേണ്ടിയിട്ട്. ഇവൻ പറഞ്ഞു ഞാൻ ഈ സൈഡ് മുറിക്കാം, ഈ അപ്പുറത്തെ സൈഡ് മുറിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മൾ കേക്ക് മുറിച്ച് ഞാനും കൂടെ നിൽക്കേണ്ടതായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇല്ലയെന്ന് പറഞ്ഞ് മാറിയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവർ കെട്ടിപ്പിടിക്കുന്നു, അവരവിടെ പൂത്തിരിക്കധികം കഷ്ടപ്പെടാണ് കേട്ടോ. അച്ഛനെ കൂടിയിട്ട് അതിൻ്റെ കഥയൊക്കെ വേറെ വരുന്നുണ്ട്, അതെന്തായാലും ഞാൻ വേറെ ഇടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ ചെറിയ പടക്കമൊക്കെ പൊട്ടിച്ച് നമ്മുടെ ന്യൂ ഇയർ നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഒരു കുഞ്ഞു വീഡിയോ, കേക്ക് കഴിച്ച് നമ്മൾ പിരിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.